ഹലോ എവരിവൺ, എല്ലാവർക്കും LLB കേരളയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ BNSലെ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് നമ്മളിത് നോക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ LLB കേരള എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നത് കൺസിഡർ ചെയ്യണം. ഞങ്ങൾ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് കൺസിഡർ ചെയ്യുക. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് തിയറീസ് ഓഫ് പണിഷ്മെൻറ്റ് എന്നുള്ള ടോപ്പിക്കാണ്. There are various theories which are put forwarded by various jurists considering the object and purpose of punishment. ഈ വേരിയസ് തിയറീസ് പലതരത്തിലുള്ള ജൂറിസ്റ്റുകൾ നമ്മളിലേക്ക് പുട്ട് ഫോർവേഡ് ചെയ്തിരിക്കുന്നത് പലതരത്തിലുള്ള ഒബ്ജക്റ്റീവും പർപ്പസിൻ്റെയും അടിസ്ഥാനത്തിലാണ്. ഇത്തരത്തിലുള്ള ഈ വേരിയസ് തിയറീസിൻ്റെ മെയിനായിട്ട് അവർ കണ്ടുപിടിച്ചതിൻ്റെ കാരണം, ഉണ്ടാക്കിയിരിക്കുന്നതിൻ്റെ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിമിനൽ ജസ്റ്റിസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയാണ്. മെയിൻലി 4 തരത്തിലുള്ള തിയറീസ് ഓഫ് പണിഷ്മെൻറ്റ്സ് ആണ് ഉള്ളത്. ഒന്നെന്ന് വെച്ചാൽ റെട്രിബ്യൂട്ടീവ്, 2 ഡിറ്ററൻറ്റ്, 3 പ്രിവെൻറ്റീവ്, 4 റിഫോർമേറ്റീവ്. ഓക്കെ, ഇതാണ് തിയറീസ് ഓഫ് പണിഷ്മെൻറ്റിനെ പറ്റിയുള്ള ഒരു ഓവർവ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ തിയറീസ് ഓഫ് പണിഷ്മെൻറ്റ് പലതരത്തിലുള്ള ജൂറിസ്റ്റുകളാണ് എന്താക്കിയത് പുട്ട് ഫോർവേഡ് ചെയ്തിരിക്കുന്നത്, കണ്ടുപിടിച്ചിരിക്കുന്നത്. അത് പലതരത്തിലുള്ള ഒബ്ജക്റ്റീവിൻ്റെയും പർപ്പസസിൻ്റെയും ബേസിസിലാണ് അവർ ഓരോ തിയറീസും രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ക്രിമിനൽ ജസ്റ്റിസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള ഒബ്ജക്റ്റീവ്. ഇനി 4 തിയറീസ് ഏതൊക്കെയാണെന്നും അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. തിയറീസ് ഓഫ് പണിഷ്മെൻറ്റിൽ നമ്മൾ ഫസ്റ്റായി നോക്കാൻ പോകുന്നത് റെട്രിബ്യൂട്ടീവ് തിയറിയാണ്. റെട്രിബ്യൂട്ടീവ് തിയറിയുടെ പർപ്പസ് ഓഫ് പണിഷ്മെൻ്റ് എന്ന് പറയുന്നത് റെട്രിബ്യൂഷനാണ്. റെട്രിബ്യൂഷൻ മീൻസ് പ്രതികാരം എന്നുള്ളതാണ് റെട്രിബ്യൂഷൻ്റെ വാക്കിൻ്റെ അർത്ഥം. ഇതിൻ്റെ ഒബ്ജക്റ്റ് ഓഫ് പണിഷ്മെൻറ്റ് എന്ന് വെച്ചാൽ പണിഷ്മെൻറ്റ് തന്നെയാണ്. അതായത് ഒരു കുറ്റം ചെയ്താൽ ആ കുറ്റം എന്ത് തരത്തിലുള്ള കുറ്റമാണോ ചെയ്തത് അത് തന്നെ ശിക്ഷയായിട്ട് കൊടുക്കുക. അതായത് ആൻ ഐ ഫോർ ആൻ ഐ, എ ടൂത്ത് ഫോർ എ ടൂത്ത്, അതായത് കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല് എന്ന് പറയുന്ന രീതിയിലുള്ള മോഡ് ഓഫ് പണിഷ്മെൻ്റ് ആണ് ഈ റെട്രിബ്യൂട്ടീവ് തിയറിയിൽ സ്വീകരിച്ച് വരുന്നത്. ഓക്കെ, ദ പേഴ്സൺ ഹു കമ്മിറ്റഡ് ദ ഒഫൻസ് ഷുഡ് സഫർ. അതായത് ആ കുറ്റം ചെയ്ത എങ്ങനെയാണോ ഒരു വ്യക്തി ആ കുറ്റം ചെയ്തത് അതേ രീതിയിലുള്ള ശിക്ഷ അയാളും അനുഭവിക്കണം എന്നുള്ള ഒരു തരത്തിലാണ് ഈ റെട്രിബ്യൂട്ടീവ് തിയറി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പ്ലേറ്റോ ഇതിൻ്റെ ഒരു സപ്പോർട്ടറാണ് ഈ ഒരു തിയറിയുടെ. രണ്ടാമതായി നമുക്ക് വരുന്ന തിയറിയാണ് ഡിറ്ററൻ്റ് തിയറി. ഡിറ്ററൻ്റ് തിയറിയുടെ മെയിനായിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദി റോങ് ഡോ ഷുഡ് ബി ആൻ എക്സാമ്പിൾ ടു ദി അതർ പേഴ്സൺ ഹു ഹാവ് ക്രിമിനൽ ടെൻഡൻസീസ്. അതായത് ഈ കുറ്റം ചെയ്ത വ്യക്തി സമൂഹത്തിൽ ഒരു എക്സാമ്പിളായിട്ട് നിൽക്കുകയും ബാക്കി ഇതേ കുറ്റം ചെയ്യാനായിട്ട് ടെൻഡൻസീസ് ഉള്ളവർക്ക് ഈ കുറ്റത്തിലേക്ക്, ആ ഒരു കുറ്റകൃത്യത്തിലേക്ക് അവരെത്താതിരിക്കാനുള്ള ഒരു എക്സാമ്പിളായിട്ട് അവരെ കണ്ട് ഇതേ കുറ്റം ബാക്കിയുള്ളവർ ചെയ്യരുത് എന്നുള്ള രീതിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തേക്കുന്നൊരു തിയറിയാണ് ഈ ഡിറ്ററൻ്റ് തിയറി എന്ന് പറയുന്നത്. ദിസ് തിയറി മേക്ക് ദി റോങ് ഡോർ ആൻ എക്സാമ്പിൾ ഫോർ ദി പബ്ലിക്. അതായത് പബ്ലിക്കിന് മേൽ ഈ ബാക്കി ഇപ്പം പബ്ലിക്കിൽ ഒരു എക്സിക്യൂഷൻ നടക്കുകയാണെന്ന് വെച്ചോ, ഒരു കുറ്റകൃത്യം ചെയ്തതിൻ്റെ ഒരു പണിഷ്മെൻറ്റ് നടക്കുകയാണ്, അത് ആളുകൾ വാച്ച് ചെയ്യുന്നു, കാണുമ്പോൾ അവരിലൊരു ഫിയർ ഉണ്ടാവുകയും അത് താൻ ആവർത്തിക്കരുതെന്നൊരു ഉദ്ദേശം അവരിലുണ്ടാവുകയും അതുവഴി സമൂഹത്തിന് നല്ല രീതിയിലേക്ക് കുറ്റകൃത്യങ്ങൾ കുറയ്ക്കാൻ സാധിക്കുകയും ചെയ്യും എന്നുള്ള രീതിയിലാണ് ഈ ഡിറ്ററൻ്റ് തിയറി ഫ്രെയിം ചെയ്തിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഇനി ദിസ് തിയറി വാസ് ഫ്രം ഇംഗ്ലണ്ട് ഇൻ മിഡിൽ ഏജസ് ആൻഡ് കണ്ടിന്യൂഡ് ടു ബി സോ ടിൽ ദി ബിഗിനിങ് ഓഫ് ദി 19th century. ഈ തിയറി ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്ന ഇംഗ്ലണ്ടിൽ നിന്നാണ്, ഇംഗ്ലണ്ടിൻ്റെ മിഡിൽ ഏജിൽ നിന്നാണ്. ഇത് ബിഗിനിങ് ഓഫ് 19th century വരെ ഇതേ തിയറി കണ്ടിന്യൂ ചെയ്തിരുന്നു. സോ ദാറ്റ് സിവിയർ ആൻഡ് ഇൻഹ്യൂമൻ പണിഷ്മെൻറ്റ്സ് വെർ ഇൻഫ്ലിക്റ്റഡ് ഈവൻ ഫോർ ദി മൈനർ ഒഫൻസസ് ഇൻ ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിലെ മൈനർ ഒഫൻസസിന് പോലും വളരെ സിവിയറും ഇൻഹ്യൂമനായിട്ടുള്ള പണിഷ്മെൻറ്റ്സ് ആയിരുന്നു കൊടുത്തിരുന്നത്. ദിസ് തിയറി വാസ് ഓൾസോ ഇൻഫ്ലുവൻസ്ഡ് ഇൻ ഇന്ത്യ. ഈ തിയറി ഇന്ത്യയിലും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഏർലിയർ ഡേയ്സ് ഡെത്ത് പെനാൽറ്റി ഓർ മ്യൂട്ടിലേഷൻ ഓഫ് ലിംസ് വാസ് ഇമ്പോസ്ഡ് ഫോർ പെറ്റി ഒഫൻസസ്. പെറ്റി ഒഫൻസസിന് പോലും വളരെ സിവിയറായിട്ടുള്ള ഡെത്ത് പെനാൽറ്റി പോലുള്ള ശിക്ഷകൾ ഇന്ത്യയിലും അവാർഡ് ചെയ്തിരുന്നു. ഇൻ റിസൾട്ട്സ് ദ ഡിറ്ററൻ്റ് തിയറി ഈസ് ഇന്നെഫക്റ്റീവ്. പക്ഷേ കണക്കുകൾ പറയുന്നത് ഈ ഡിറ്ററൻ്റ് തിയറി വളരെ ഇന്നെഫക്റ്റീവാണ്. These severe punishments were given to convicted but they continued to commit the crime. വളരെ സിവിയറായിട്ടുള്ള ഒഫൻസസ് ചെറിയ കുറ്റങ്ങൾക്ക് പോലും വളരെ സിവിയറായിട്ടുള്ള പണിഷ്മെൻറ്റ്സ് കൊടുത്തിട്ടും ആളുകൾ കുറ്റം ചെയ്യുന്നത് കുറയ്ക്കുകയല്ല ചെയ്തത്, അവരുടെ മൈൻഡ് ഹാർഡൻ ആവുകയാണ് ചെയ്തത്. അവർ പിന്നെയും വലിയ വലിയ കുറ്റകൃത്യങ്ങളിലേക്ക് ഏർപ്പെടാനുള്ള ഒരു പ്രചോദനമാണ് അവർക്ക് ഇത്തരത്തിലുള്ള ശിക്ഷാരീതികൾ കൊടുത്തതെന്നാണ് റിസൾട്ടുകൾ സൂചിപ്പിക്കുന്നത്. എക്സ്ട്രീം ഹാർഷ്നെസ്
പണിഷ്മെൻറ്റ് ഡിഫീറ്റ്സ് ഇറ്റ്സ് പർപ്പസ് ആൻഡ് ഹാർഡനിങ് ദ ക്രിമിനൽസ് ഇൻസ്റ്റഡ് ഓഫ് ക്രിയേറ്റിംഗ് ദ ഫിയർ ഓഫ് പണിഷ്മെൻറ്റ് ഇൻ ഹിം. അവരിലെ ആ ഒരു പണിഷ്മെൻറ്റ്സിൻ്റെ ഫിയർ ഉണ്ടാക്കുന്നതിന് പകരം അവരുടെ മൈൻഡ് ഹാർഡൻ ആവുകയാണ് ചെയ്തതെന്നാണ് ഈ ഡിറ്ററിൻ്റെ തിയറിയിലൂടെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള ഡിറ്ററിൻ്റെ തിയറി ഒരു കുറ്റകൃത്യം ചെയ്ത ആളെ സമൂഹത്തിൽ എക്സാമ്പിളാക്കി വെച്ചുകൊണ്ട് ബാക്കിയുള്ളവർ ഇതേ കുറ്റം ആവർത്തിക്കരുത് എന്നുള്ള ഒരു രീതിയിൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഒരു തിയറിയാണ് ഡിറ്ററിൻ്റെ തിയറി. ഇനി മൂന്നാമത് വരുന്നത് പ്രിവെൻറ്റീവ് തിയറിയാണ്. ഓക്കെ, പ്രിവെൻറ്റീവ് തിയറിയൊക്കെയാണ് നമ്മൾ ആളുകളെ ജയിലിൽ ഇംപ്രസൺമെൻറ്റ് ചെയ്യുക. ഫ്യൂച്ചറിൽ ഇപ്പോൾ ഒരു കുറ്റം ചെയ്തയാൾ ഇനിയും ആ കുറ്റം ആവർത്തിക്കരുത് എന്നുള്ള ഒരു ഇതിൽ നമ്മൾ പ്രിവെൻറ്റ് ചെയ്യുക. ഒരു വട്ടം ഒരു കുറ്റം ചെയ്തു, ഇനിയും അയാൾ അതേ കുറ്റം ആവർത്തിക്കരുത്. അത് ഒബ്ജക്റ്റ് ഓഫ് പണിഷ്മെൻ്റ് എന്ന് വെച്ചാൽ പ്രിവെൻഷൻ ഓർ ഡിസേബിൾമെൻറ്റ്. പ്രിവെൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഡിസേബിൾ ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഒബ്ജക്റ്റ് ഓഫ് പണിഷ്മെൻറ്റ് വരുന്നത്. ഹിയർ ദ ഒഫൻഡർ ഷുഡ് ബി ഡിസേബിൾഡ് ഫ്രം റിപ്പീറ്റിംഗ് ദ ഒഫൻസസ് ബൈ പണിഷ്മെൻറ്റ്സ് സച്ച് ആസ് ഇംപ്രിസൺമെൻറ്റ്, ഡെത്ത്, ട്രാൻസ്പോർട്ടേഷൻ ഫോർ ലൈഫ് എക്സെട്ര. അതായത് ഇവിടെ ഒഫൻഡറിനെ ഡിസേബിൾ ചെയ്യുകയാണ് ഫ്രം ദി റിപ്പീറ്റിംഗ് ദ ഒഫൻസസ്. ഒരു കുറ്റം ഒരാൾ ചെയ്തു, വീണ്ടും അതേ കുറ്റം അയാൾ ആവർത്തിക്കരുത് എന്നുള്ള ഒരു ഇതിൽ പണിഷ്മെൻറ്റ്സ് കൊടുക്കുകയാണ്. അത് ഇംപ്രസൺമെൻ്റ് ആവാം, ഒന്നുകിൽ പലതരത്തിലുള്ള സർക്കംസ്റ്റാൻസസ് വിലയിരുത്തിക്കൊണ്ട് ഡെത്തിലേക്ക് പോകാം, അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ ഫോർ ലൈഫ് മുതലായ ശിക്ഷാ നടപടിക്രമങ്ങൾ സ്വീകരിക്കാം. ഇനി അടുത്തതെന്ന് വെച്ചാൽ ജസ്റ്റിസ് ഹോംസ് ഈസ് ആൻ അഡ്വക്കേറ്റ് ഓഫ് ദിസ് തിയറി. ജസ്റ്റിസ് ഹോംസ് ഈ തിയറിയെ അനുകൂലിച്ചിരുന്നു. ജസ്റ്റിസ് ഹോംസ് പറയുന്നത് ബൈ പുട്ടിംഗ് ദി ക്രിമിനൽസ് ഇൻ ജയിൽ ദെയർ വി ക്യാൻ പ്രിവെൻറ്റ് ദം ഫ്രം കമ്മിറ്റിംഗ് ക്രൈം ഇൻ ഫ്യൂച്ചർ. ഇത് കുറ്റവാളികളെ ജയിലിലാക്കുന്നത് വഴി അവരിൽ നിന്ന് സമൂഹത്തിൽ ഇനി തുടർന്നുണ്ടായേക്കാവുന്ന കുറ്റകൃത്യങ്ങൾ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ, നാലാമതായി വരുന്നത് റിഫോർമേറ്റീവ് തിയറിയാണ്. ഓക്കെ, ഈ റിഫോർമേറ്റീവ് തിയറിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു കുറ്റകൃത്യം ചെയ്ത ആളെ റിഫോം ചെയ്ത് അയാളുടെ ഈ കുറ്റകൃത്യത്തെ ഡിസീസായിട്ടാണ്, ഒരു തരത്തിലുള്ള അസുഖമായിട്ടാണ് ഈ റിഫോർമേറ്റീവ് തിയറിയുടെ ഇതിനെ അനുകൂലിക്കുന്നവർ കാണുന്നത്. ഓക്കെ, ടു റിഫോം ദി ക്രിമിനൽ എന്നൊരു ഒബ്ജക്റ്റീവാണ് ഈ റിഫോർമേറ്റീവ് തിയറിക്കുള്ളത്. അക്കോർഡിംഗ് ടു ദിസ് തിയറി ക്രൈം ഈസ് കൺസിഡർഡ് ടു ബി എ ഡിസീസ് ഓഫ് മൈൻഡ്. അതാണ് ഞാൻ പറഞ്ഞത്. ഇതിനെ ക്രൈമിൽ ഒരാളൊരു ക്രൈം ചെയ്തു കഴിഞ്ഞാൽ അയാളുടെ മൈൻഡിനുള്ളൊരു ഡിസീസായിട്ടാണ് അത് കാണുന്നത്. ഒരു കുറ്റവാളി ഒരു കുറ്റം ഒരിക്കൽ ചെയ്തെന്ന് വെച്ച് അയാൾ ലൈഫിൽ എപ്പോഴും അതേ കുറ്റം ആവർത്തിക്കണം, അതേ ഒരു കൃത്യത്തിലേക്ക് നയിക്കപ്പെടണമെന്നില്ല. ആ സാഹചര്യങ്ങളും അയാളുടെ കുറ്റകൃത്യത്തിനെ സ്വാധീനിച്ചിരിക്കാം, ഓക്കെ, ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കാം എന്നുള്ള ഒരു ബേസ് ഈ റിഫോർമേറ്റീവ് തിയറിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കുറ്റവാളി ഒരിക്കൽ ഒരു കുറ്റം ചെയ്തെന്ന് വെച്ച് അയാൾ സമൂഹത്തിൽ ഉപകാരപ്പെട്ട ഒരാളായി മാറാനുള്ള സാധ്യത നമുക്കൊരിക്കലും തള്ളിക്കളയാനാവില്ല എന്നുള്ളത് ഈ റിഫോർമേറ്റീവ് തിയറി നമുക്ക് മുന്നിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദിസ് തിയറി ഈസ് എഗെയിൻസ്റ്റ് ഡെത്ത് സെൻറ്റൻസ്. ഈ തിയറി ഡെത്ത് സെൻറ്റൻസിനെ ഒരിക്കലും തന്നെ അനുകൂലിക്കുന്നില്ല. ഇത് ഒരാളെ ഇംപ്രസൺമെൻറ്റ് മീൻസ് നമുക്ക് അങ്ങനെ ഇംപ്രസൺമെൻറ്റ് മീൻസ് ഒരാളെ ത്രൂ സിമ്പത്തറ്റിക് അല്ലെങ്കിൽ ഫെയ്ത്ത്ഫുൾ ആൻഡ് ലവിങ് ട്രീറ്റ്മെൻറ്റിലൂടെ തിരിച്ച് സമൂഹത്തിന് ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യുക, റിഫോം ചെയ്യുക എന്നുള്ള ഒരു ഒബ്ജക്റ്റീവാണ് ഈ റിഫോർമേറ്റീവ് തിയറിക്ക് മെയിനായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ഡെത്ത് സെൻറ്റൻസ് ഒന്നും ഒരിക്കലും തന്നെ ഈ റിഫോർമേറ്റീവ് തിയറി അനുകൂലിക്കുന്നില്ല. പിന്നെ റിഫോർമേറ്റീവ് തിയറി ഈസ് ആപ്ലിക്കബിൾ ഇൻ കേസസ് ഓഫ് ജുവനൈൽ ഒഫൻഡേഴ്സ്. ജുവനൈൽ ഒഫൻഡേഴ്സിൻ്റെ കേസസിൽ റിഫോർമേറ്റീവ് തിയറി വളരെ ആപ്ലിക്കബിളാണ്. അപ്പോൾ ഈ 4 തിയറീസാണ് നമ്മുടെ തിയറീസ് ഓഫ് പണിഷ്മെൻറ്റിൽ മെയിനായിട്ട് വരുന്നത്. അപ്പോൾ ഒന്നാമത്തെ റെട്രിബ്യൂട്ടീവ് തിയറിയാണ്. ഞാൻ പറഞ്ഞു ഐ ഫോർ ആൻ ഐ, ടൂത്ത് ഫോർ എ ടൂത്ത് എന്ന് പറയുന്ന അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് തന്നെ റെട്രിബ്യൂഷനാണ്. ഓക്കെ, ഇനി 2 ഡിറ്ററൻ്റ് തിയറിയാണ്. ഡിറ്ററൻ്റ് തിയറി എന്ന് വെച്ച് കഴിഞ്ഞാൽ സമൂഹത്തിൽ എക്സാമ്പിളാക്കി ഒരു പ്രതിയെ വെച്ചുകൊണ്ട് ബാക്കിയുള്ള സമൂഹത്തിലെ ആളുകൾ ഇതിൽ അവർക്ക് കൊടുക്കുന്ന പണിഷ്മെൻറ്റ്സിൽ കണ്ടുകൊണ്ട് അത്തരത്തിലേക്ക് പോവരുത് എന്നുള്ളൊരു മീൻസിൽ ഉണ്ടാക്കിയതാണ് ഡിറ്ററൻ്റ് തിയറി. ഇനി വേറൊരെണ്ണം പ്രിവെൻറ്റീവ് തിയറി. പ്രിവെൻറ്റീവ് തിയറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രതിയെ ഒരാളൊരു കുറ്റകൃത്യം ചെയ്തു കഴിഞ്ഞാൽ അയാൾ പിന്നും ആ കുറ്റം ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി അയാളെ പ്രിവെൻറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഡിസേബിൾ ചെയ്യുകയോ ചെയ്യുന്നതാണ് പ്രിവെൻറ്റീവ് തിയറി. ഇനി മറ്റൊരെണ്ണമാണ് റിഫോർമേറ്റീവ് തിയറി. ഈ റിഫോർമേറ്റീവ് തിയറിയിൽ ഞാൻ പറഞ്ഞു ക്രൈം എന്ന് പറയുന്ന ഒരു ഡിസീസായിട്ടാണ് കാണുന്നത്. മൈൻഡിൻ്റെ ഒരു ഡിസീസാണ്. ഒരാളൊരു കുറ്റകൃത്യം ചെയ്തെന്ന് വെച്ചാൽ എപ്പോഴും അയാൾ ആ കുറ്റകൃത്യം ചെയ്യണമെന്നില്ല. ആ സാഹചര്യങ്ങളാണ് അയാളെ കുറ്റകൃത്യത്തിലേക്ക് നയിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അയാളെ റിഫോം ചെയ്ത് സമൂഹത്തിന് ഉപകാരപ്പെടുന്ന ആളാക്കി പുറത്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ റിഫോർമേറ്റീവ് തിയറി ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ
അപ്പോൾ ഇതൊക്കെയാണ് ഈ തിയറീസ് ഓഫ് പണിഷ്മെൻറ്റ്സിൽ നമുക്ക് മെയിനായിട്ട് നോക്കാനുള്ളത്. അപ്പോൾ ഇതെല്ലാം തന്നെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഡിസ്കസ് ചെയ്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തെങ്കിലും നിങ്ങൾക്ക് ഇനി ഇതിൽ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ, എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യണം. അതുവഴി എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്കിത് നല്ലപോലെ നിങ്ങളിലേക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോസും ഒക്കെ ടോപ്പിക്കുകളിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. താങ്ക് യു.